അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെ എല്ലാവരും കേൾക്കാറും പഠിക്കാറൊക്കെ അല്ലേ? 2-3 ക്ലാസ് നമ്മളത് കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അർത്ഥം വെച്ച് പഠിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ബാക്കി എടുക്കല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വുളൂഇൻ്റെ ഫർളുകൾ പറഞ്ഞു, അതിൻ്റെ സുന്നത്തുകൾ പറഞ്ഞു. ഇനി പറയുന്നതും അതിൻ്റെ സുന്നത്തുകൾ തന്നെയാണ്. വുളൂഇൻ്റെ മര്യാദകൾ, എങ്ങനെയൊക്കെ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. തുടങ്ങല്ലേ. വയസ്തസ്ഹിബു നീയത്തു, നീയത്ത് നമ്മൾ സഹവസിപ്പിക്കണം. ഫി ജമീഅൽ വുളൂഇലുടനീളം, വുളൂ മുഴുവനും. അതായത് നമ്മൾ നിയത്ത് വെക്കാൻ പറഞ്ഞില്ലേ, നമ്മൾ തുടക്കത്തിലാണ് എന്ത് ചെയ്യുക, നിയത്ത് ചെയ്യുക. പക്ഷെ വുളൂഇലുടനീളം എന്ത് ചെയ്യണം, ആ നിയത്ത് സഹവസിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് വുളൂ ചെയ്യാനെന്നുള്ള ഒരു നിയത്ത്. നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നമ്മൾ വുളൂ ചെയ്യുന്നു എന്ന് പറയലാണോ? അല്ല, മനസ്സിൽ കരുതലാണ്. അപ്പോൾ ആ വുളൂ ഉടനീളം നമുക്ക് നിയത്ത് ചെയ്യാനെന്നുള്ളൊരു ബോധം എന്ത് ചെയ്യണം, വേണം. അതാണ് യസ്തസ്ഹിബു നിയത്തു, നിയത്ത് സഹവസിപ്പിക്കണം. ഫി ജമീഅൽ വുളൂഇൽ മുഴുവനും. എന്ത് ഫി നിയത്തി, നിയത്തിൽ എന്താണ്, ഒരുമിച്ച് കൂട്ടലും എന്താണ്, ഒക്കെ സുന്നത്തിൽ പെട്ട തന്നെ. ഒരുമിച്ച് കൂട്ടലും സുന്നത്താണ്. ഫി നിയത്തി, നിയത്തിൽ ബൈനൽ ഖൽബി വൽ ലിസാന്. അതുപോലെ കൽബ്, നിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കൽബിൽ മതി, ലിസാന് മാത്രമേ നിയത്താവില്ല കേട്ടോ. വെറും കാരണം വുളൂ എന്ന പദനെ കൂട്ടുന്നു എന്ന് പറഞ്ഞതോട് നിയത്താവോ? ഇല്ല. നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം, ഞാൻ വുളൂ ചെയ്യുകയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പറയണം, അപ്പോഴേ നിയത്താവുള്ളൂ. പക്ഷെ കൽബിലും ലിസാനിലും കൂടി ഒരുമിപ്പിക്കൽ എന്താണ്, സുന്നത്താണ്. അതായത് നമ്മൾ മനസ്സിൽ വുളൂ ചെയ്യാണ് എന്ന് കരുതുക, അതേപോലെ നാവ് കൊണ്ട് പറയാം. അപ്പം എന്താണ്, കൽബിലും ലിസാനിലും നിയത്തിനെ ഒരുമിപ്പിക്കൽ സുന്നത്താണ്. ഫി നിയത്തി, നിയത്തിൽ ഒരുമിച്ച് കൂട്ടൽ ബൈനൽ ഖൽബി വൽ ലിസാന്, ഹൃദയത്തിൻ്റെയും നാവിൻ്റെയും ഇടയിൽ. അത് നമ്മൾ കരുതും ചെയ്യുക, പറയും ചെയ്യുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫിൽ വജ്ഹി, അതുപോലെ മുഖത്തിൽ തുടങ്ങുക. തുടങ്ങൽ ഫിൽ വജ്ഹി, മുഖം കഴുകുമ്പോൾ തുടങ്ങുക. ബി ആലാഹു, മുഖത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന്. അപ്പം മുഖം കഴുകൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല, ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കഴുകുക. അതായത് നമ്മൾ വെള്ളം നമ്മൾ കയ്യിൽ കോരിയിട്ട് എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തേക്ക് കഴുകലാണ്. അങ്ങനെയാണ് മുഖം കഴുകൽ, അതാണ് സുന്നത്ത്. വഫിർ റഅസി, തലയിൽ എങ്ങനെയാണ്, ബി മുഖദ്ദിമിഹി, തല തുടങ്ങണ ഭാഗം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തടവാതെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോവാതെ ഈ തുടക്കത്തിൽ ഇവിടുന്ന് തല തടവൽ തുടങ്ങുക, അതാണ് എന്ത്, സുന്നത്ത്. നഫിൽ യദി, അതുപോലെ കൈയും വരിച്ചിൽ, കാല് കഴുകുമ്പോഴും തുടങ്ങുക. എന്ത്, ബി അത്റാഫിൽ അസാബിഇ, വിരലുകളുടെ തെല്ല് കൊണ്ട്. അതായത് കൈ നമ്മളെന്താണ്, ഈ വിരലിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കഴുകേണ്ടത്. എന്തല്ല, മുട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടല്ല, മുട്ടിൻ്റെ അവിടെ നിന്ന് കീപ്പട്ടക്കല്ല കഴുകേണ്ടത്. നമ്മളൊക്കെ പൊതുവേ ഇങ്ങനെ പൈപ്പിൻ്റെ ഇങ്ങനെ കാട്ടലാണ്. അങ്ങനെയല്ല, ശരിക്കും സുന്നത്ത് എങ്ങനെയാണ്, നമ്മൾ വിരലിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ, കാലും അതേപോലെ അവിടുന്ന് വിരലിൻ്റെ ഭാഗത്തു നിന്ന് ഞെരിയാണിൻ്റെ അവിടേക്ക് കഴുകുക ആണ്. നഫിൽ യദി വരിച്ചിൽ, കയ്യിലും കാലിലും. ബി അത്റാഫിൽ അസാബിഇ, വിരലിൻ്റെ തെല്ല് കൊണ്ട് തുടങ്ങുക. ഇതാ സൊബൽ മാഉ ഗൈറുഹു, ഇനി മറ്റൊരാൾ വെള്ളം ഒഴിച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കയ്യിലും കാലിലും നമ്മൾ തുടങ്ങണം എന്ന് പറഞ്ഞില്ല, വിരൽ കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാ സൊബൽ മാഉ ഗൈറുഹു, മറ്റൊരാൾ വെള്ളം ഒഴിച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ, ബദഅ ബിൽ മിർഫഖൈനി വൽ കഅബൈനി, അപ്പം മുട്ടിൻ്റെ അവിടുന്ന് അതുപോലെ ഞെരിയാണിൻ്റെ അവിടുന്ന് കഴുകിയാൽ മതി. മറ്റൊരാൾ നമുക്ക് വുളൂ ചെയ്ത് തരികയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റൊരാൾ വെള്ളം ഒഴിച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ, അപ്പം ഇങ്ങനെ സുന്നത്ത് മുട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക്, അതേപോലെ ഞെരിയാണിൻ്റെ അവിടെ നിന്ന് വിരലിൻ്റെ അങ്ങോട്ട്. ഫിൽ യദൈനി വരിജിലൈനി, രണ്ട് കാലിലും കയ്യിലും ഉണ്ട്. ഇപ്പോൾ തലൻ്റെയും മുഖത്തിൻ്റെ ഒക്കെ വിഷയം അതേ പറഞ്ഞ പോലെ തന്നെ കയ്യിലും കാലിലും മറ്റൊരാൾ ഒഴിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ
എന്താണ് മുട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്ത് കടിക്കാൻ മതി. അതേപോലെ എന്താണ് നെരിയാണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിരലിൻ്റെ അവിടേക്ക് കഴിക്കാൻ മതി. മനസ്സിലായില്ലേ? അല്ല യങ്കുസ, അതേപോലെ വെള്ളം അല്ല യങ്കുസൽ മാഉ, വെള്ളം ചുരുക്കാതിരിക്കണം. വുളുഇൻ്റെ വെള്ളം എന്താണ് ചുരുക്കാതിരിക്കുക. അൻ മുദ്ദിൻ, ഒരു മുദ്ദിനെ തൊട്ട് ചുരുക്കാതിരിക്കുക. അതായത് ചുരുങ്ങിയത് ഒരു മുദ്ദ് വെള്ളം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞപ്പോൾ എത്രയേ ഉള്ളൂ? ഒരു മിതമായ രണ്ട് നമ്മൾ കൈക്കുമ്പിളിയിലുള്ള വെള്ളം. അപ്പം അത്ര വെള്ളമെങ്കിലും വേണം എന്നർത്ഥം. ഇപ്പം നമുക്ക് ശീലം എന്താണ് ഒന്നാഴ്ച വെള്ളം പൈപ്പ് തുറന്നിട്ട് ഒതുക്കലാണ്. അതും പാടില്ല. അല്ല യുസിരിഫ, അതേപോലെ വെള്ളത്തിൽ എന്താണ് യുസിരിഫ എന്താണ് ദൂർത്തടിക്കുക. അപ്പം അല്ല യുസിരിഫ, ദൂർത്തടിക്കാതിരിക്കലും സുന്നത്താണ്. അപ്പം ഒരു മുദ്ദിനേക്കാളും കുറവ് വെള്ളം ചുരുക്കും ചെയ്യരുത്, എന്നാലും എന്ത് ചെയ്യരുത് വെള്ളം ദൂർത്തടിക്കും ചെയ്യരുത്. നമ്മളെല്ലാവരും ഹദീസ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ പുഴയിൽ ഒതുടുക്കുമ്പോഴും നബി പുഴയിലെടുക്കുന്ന സ്വഹാബിയോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നീ ദൂർത്തടിക്കരുത്. ഇപ്പോൾ പുഴയിലെ വെള്ളമില്ലാഞ്ഞിട്ടാ, കുളത്തിലെ വെള്ളമില്ലാഞ്ഞിട്ടാ അല്ല. പക്ഷെ നമ്മൾ ഉളു എടുക്കുമ്പോൾ എന്താണ് ഒരു മിതമായ വെള്ളം നമ്മൾ ഉപയോഗിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക. പലരും എന്താണ് പൈപ്പ് ഒന്നായിട്ട് അത്ര ഇതൊക്കെ നല്ല സ്പീഡിൽ കാണാൻ തിരിച്ചിട്ടുണ്ട്. അത്ര സ്പീഡ് നമുക്ക് ആവശ്യമില്ല. ഒന്നാഴ്ച കുറേ വെള്ളം നമ്മളെന്താ വേസ്റ്റായി പോകുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ അമൂല്യമാണ്. വെള്ളം എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഒരു മുദ്ദിനെ തൊട്ട് ചുരുങ്ങാതിരിക്കുക. അല്ല യങ്കുസ മാ ഉൽ വുളുഇൻ്റെ വെള്ളം ചുരുങ്ങാതിരിക്കൽ അൻ മുദ്ദിൻ, ഒരു മുദ്ദിനെ തൊട്ട്. നബിക്ക് ഒരു മുദ്ദ് കൊണ്ടാണ് വുളു ചെയ്തത്. നമ്മളിപ്പോൾ ചുരുങ്ങലിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. കാരണം എല്ലാവർക്കും ധാരാളം വെള്ളം ഒഴിച്ചാണ് കൂടുതലും ശീലം. അപ്പോൾ മുദ്ദിനെ തൊട്ട് ചുരുങ്ങാതിരിക്കലും സുന്നത്താണ്, ദൂർത്തടിക്കാതിരിക്കലും സുന്നത്താണ്. അപ്പം നബി ഒരു മുദ്ദ് കൊണ്ടാണ് വുളു ചെയ്തത് എന്നൊക്കെ പറയാം. നമുക്കൊക്കെ അതെങ്ങനെ ഇപ്പോൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സംശയം. ഒരു കപ്പ് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എല്ലാ സുന്നത്തും ഉപയോഗിച്ചിട്ട് നമുക്ക് വുളു ചെയ്യാൻ കഴിയും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കോണ്ടി. അല്ല യത്തക്കല്ലമ, അതേപോലെ സംസാരിക്കാതിരിക്കല്. അല്ല യുലത്തിമ വജഹു, അപ്പം സംസാരിക്കാതിരിക്കൽ എന്താണ്? അപ്പോൾ വുളു എടുക്കുന്ന ഇടയിൽ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊക്കെ വുളു എടുക്കുമ്പോൾ കോളേജിൽ നിന്നൊക്കെ വുളു എടുക്കുമ്പോൾ ഇങ്ങനെ ബടായി പറഞ്ഞിട്ടേക്കാണ്. അപ്പം വുളുവിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, വുളു ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കുക. അതും സുന്നത്താണ്. അപ്പം ഇതൊക്കെ നമ്മൾ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ ഒരുപാട് സുന്നത്തുകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും എന്താണ്, ഇപ്പോൾ നമുക്ക് മുഖം കഴുകുമ്പോൾ മുകളിൽ നിന്ന് കഴുകുക, അല്ലെങ്കിൽ കൈയിൻ്റെ അവിടെ നിന്ന് തെല്ലുന്ന് കഴുകുക, അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമില്ല. അതൊക്കെ നമ്മൾ ശീലമാക്കി നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ പഠിച്ചത് എന്ത് ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. ഇതൊക്കെ നമ്മൾ ശീലങ്ങളാക്കിയാൽ മതി. ഇതൊക്കെ ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ സുന്നത്തുകളൊക്കെ ഉൾപ്പെടുത്തി വുളു ചെയ്ത് ശീലിക്കുക. അപ്പം പിന്നെ അപ്പോഴേ അങ്ങനെ വരുള്ളൂ. അതൊക്കെ സുന്നത്തല്ലേ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. കാരണം നമ്മൾ ഫർളിലൊക്കെ ഒരുപാട് പോരായ്മകൾ, ആരപ്പം എല്ലാം തികഞ്ഞവരുള്ളത് നിസ്കാരത്തിൽ ഒക്കെ നമുക്ക് ഒരുപാട് പോരായ്മകൾ, ഒരുപാട് അശ്രദ്ധയൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ വുളു തന്നെ നമുക്ക് പല അശ്രദ്ധകളും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് സുന്നത്തുകൾ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും കുഞ്ഞു സുന്നത്താണെങ്കിലും അതൊക്കെ നമുക്ക് കഴിയുന്ന സുന്നത്തുകൾ, കഴിയാത്ത സുന്നത്തുകൾ ഒന്നാലും നമുക്ക് പരമാവധി സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ഇപ്പം എന്താണ് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് പലരും എന്താണ് അത്ര മെയിൻ്റെ ആക്കാത്തൊരു വിഷയമാണ്. സംസാരിച്ചപ്പോൾ എന്താ സുന്നത്തല്ലേ, പലർക്കും അങ്ങനെ എന്താണ് അത് സുന്നത്തല്ലേ, അങ്ങനെ നമ്മൾ സുന്നത്തിന് എന്ത് ചെയ്ത് നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്വർഗത്തിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ ഇടവരെ ചിലപ്പോൾ ഈ ഒരു സുന്നത്ത് ആയിരിക്കും. അതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സുന്നത്തുകൾ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക. അപ്പോൾ എല്ലാവരും സുന്നത്തുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ജീവിതത്തിൽ ശീലങ്ങളാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് താൻ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ കുഞ്ഞു സുന്നത്തുകൾ ഇപ്പോൾ എന്നും നമ്മൾ വുളു ചെയ്യേണ്ടത് ദിവസം 5 നേരം, അല്ലെങ്കിൽ 5 നേരം അല്ലെങ്കിൽ 3-4 നേരം എന്തായാലും നമ്മൾ വുളു ചെയ്യും. അപ്പോൾ വുളു ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സുന്നത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതകാലത്തിൽ എത്ര നമ്മൾ സുന്നത്തുകൾ നമുക്ക് കിട്ടും. അപ്പം ചെറിയ സുന്നത്താണെങ്കിലും അത് നിസ്സാരമാക്കി കാണാതെ അതൊക്കെ എന്ത് ചെയ്യുക, ശീലങ്ങളാക്കി മാറ്റുക.
അല്ലാത്ത കല്ലമ വുളു ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കലും സുന്നത്താണ്. അല്ല യുലത്തിമ വജഹു ബിൽ മാ, അതുപോലെ വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കാതിരിക്കുക. അല്ല യുലത്തിമ അടിക്കാതിരിക്കുക വജഹു അവൻ്റെ മുഖത്തെ ബിൽ മാ ഈ വെള്ളം കൊണ്ട്. അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, മുഖത്ത് കണ്ട് എറിയരുത്. ചിലർക്കുണ്ട് അങ്ങനെ സ്വഭാവം, വെള്ളം എടുക്കും പൈപ്പിൻ്റെ എടുക്കും മുഖത്തേക്കൊരു എറിയലായിരിക്കും. അങ്ങനെ വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കാതെ, അതായത് വെള്ളം കൊണ്ട് എടുത്ത് മുഖത്തേക്ക് എറിയാതിരിക്കലും എന്താണ്, അതും സുന്നത്താണ്. അതുപോലെ അല്ലായതവല്ല ഫി മൗളൈൻ മുംബസിത്തി, ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വുളു ചെയ്യാതിരിക്കുക. എങ്ങനത്തെ ഉയർന്ന സ്ഥലമാണ്? എത്ര ശിശു ഇലേഹിൽ വെള്ളം അവനിലേക്ക് തെറിക്കും. അപ്പോൾ വെള്ളം തെറിക്കുന്ന കോലത്തിൽ, അത് വെള്ളം ഇപ്പം നമ്മൾ വുളു ചെയ്യുന്ന വെള്ളത്തിൽ തന്നെ വെള്ളം തെറിക്കുന്ന കോലത്തിൽ ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വുളു ചെയ്യാതിരിക്കുക. ബൽ അല മുർത്തഫിയ, അതന്നെ ഉയർന്ന സ്ഥലത്ത്, മുർത്തഫിയാനാലും ഉയർന്ന, അപ്പോൾ ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വുളു ചെയ്യാതിരിക്കുക. വഹുവ അവൻ മുത്തവജ്ജിഹുൻ ഇൽ ഖിബ്ലത്തി, ഖിബിലയിലേക്ക് മുന്നിട്ടവനായ നിലക്ക്. അപ്പം വുളു ചെയ്യുമ്പോൾ ഖിബിലക്ക് മുന്നിടുക. അപ്പോൾ നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഖിബിലക്ക് മുന്നിട്ട് വുളു ചെയ്യാൻ ശ്രദ്ധിക്കുക. യുമിറയതഹു അലിൽ അഅ്ളാ, അതുപോലെ അവയവങ്ങളുടെ മേൽ എന്ത് ചെയ്യുക, കയ്യിനെ നടത്തുക. വഹുവ അവന് മുത്തവജ്ജിഹുൻ ഇൽ ഖിബ്ല, ഖിബിലക്ക് മുന്നിട്ടവനായ നിലക്കാവണം. യുമിറ അതുപോലെ നടത്തണം, യദഹു അവൻ്റെ കയ്യിനെ നടത്തണം, അതിൽ അവയവങ്ങളുടെ മേലിൽ. അപ്പോൾ അവയവങ്ങളുടെ മേലിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. അതായത് വെറും പൈപ്പിൻ്റെ ഒട്ടിക്ക് ഇങ്ങനെ കാട്ടാതെ. നമ്മൾ പൊതുവേ ഇപ്പോൾ പൈപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പൈപ്പ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ പൈപ്പിനോടൊക്കെ കൈ കാടാതെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കൈ കൊണ്ട് എന്ത് ചെയ്യുക, അപ്പോൾ കാലാണെങ്കിലും കൈയാണെങ്കിലും മുഖമാണെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് തടവി കൊടുക്കുക. വെള്ളത്തോട് കൂടെ ഒന്ന് കൈയും സഞ്ചരിച്ചാൽ മതി. വഅയ്യഖൂല ബഅദൽ ഫറാഇ മിൻഹു, വഅയ്യഖൂല അവൻ പറയണം, ബഅദൽ ഫറാഇ മിൻഹു വുളുഇൽ നിന്നും വിരമിച്ച ശേഷം, അതായത് വുളു കഴിഞ്ഞ ശേഷം പറയലും സുന്നത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്ർ എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ ആ ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അപ്പോൾ ഈ ദിക്ർ എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്തവർ മറന്നവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും അറിയുണ്ടാവും, നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്, നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച ദിക്റാണ്. നമുക്കെല്ലാവരും പഠിച്ചറിയാത്ത കുഴപ്പമൊന്നും ആർക്കും ഉണ്ടാവില്ല, ചെയ്യാത്ത കുഴപ്പമുണ്ടാവുള്ളൂ അല്ലേ. അറിയാത്ത കേടില്ല, എന്താണ്, ചെയ്യാത്ത കേടേ ഉള്ളൂ. അപ്പം അതും എന്ത് ചെയ്യുക, നമ്മളെ ശീലങ്ങളാക്കുക. അപ്പോൾ ഇതൊക്കെ ദിക്ർ നമുക്ക് പരമാവധി പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ദിക്ർ ചൊല്ലി ശീലിക്കുക. വളരെ വളരെ എന്താണ് പ്രതിഫലാർഹമായൊരു ദിക്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിക്റിൻ്റെ മഹത്വം. അപ്പോൾ ഈ ഒരു ദിക്ർ എന്താ, അയ്യഖൂല ബഅദൽ ഫറാഇ മിൻഹു വുളുഇൽ നിന്നും വിരമിച്ച ശേഷം അവൻ പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അർത്ഥം? നമ്മളൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി എന്ത് ചെയ്യുക, ചൊല്ലാൻ ശ്രദ്ധിക്കുക. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹദഹു അല്ലാഹു മാത്രമാണ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഹദഹു അവൻ മാത്രമാണ്. ഇലാഹ് അതായത് ആരാധനക്കർഹന് അല്ലാഹു മാത്രമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലാ ശരീക ലഹു അല്ലാഹു എനിക്ക് എന്തില്ല, പങ്കുകാരില്ല, ശരീക്ക് ഇല്ല, അല്ലാഹുവിനക്ക് ഒരു പങ്കുകാരുമില്ല. വഅഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു അല്ലാഹുവിൻ്റെ അടിമയുമാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനുമാണ്. മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ അടിമയുമാണ്, പ്രവാചകനുമാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ അല്ലാഹുവെ ജഅൽനി അല്ലാഹുവെ ജഅൽനി എന്നെ നീ ആക്കണമേ മിന തവ്വാബീന എന്നോട് തൗബ തേടുന്നവരില്ലേ, എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവരിൽ അല്ലാഹുവെ നീ എന്നെ ഉൾപ്പെടുത്തണേ. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, നമുക്കെല്ലാവർക്കും പലപ്പോഴും ദുആ ചെയ്യാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ദ്വാരക്കാണെന്ത്, അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന നിന്നോട് തൗബ തേടുന്നവരിൽ, നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്ന ആളുകളിൽ അല്ലാഹുവെ നീ എന്നെ ഉൾപ്പെടുത്തണമേ.
വജഅൽനി മിനൽ മുത്തഹരീന, അതേപോലെ ശുദ്ധിയുള്ള ആളുകളിൽ, തൊഹൂറുള്ള ആളുകളിൽ, ശുദ്ധിയുള്ള ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. വജഅൽനി, എന്നെ നീ ആക്കണമേ, മിനൽ മുത്തഹരീൻ, ശുദ്ധിയുള്ള ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, അതേപോലെ നിന്റെ സ്വാലിഹീങ്ങളായ അടിമയുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. വജഅൽനി, നീ എന്നെ ഉൾപ്പെടുത്തണമേ, മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആ ആണ്. എന്താണ്? നമ്മളെ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഈ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണേ. നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ സുബ്ഹാനക, നിനക്ക് എന്താണ് സുബ്ഹാനക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാഹു എന്നാണ് പരിശുദ്ധവാനാണ്. സുബ്ഹാനക അല്ലാഹുമ്മ, സുബ്ഹാനക നിന്നെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, വബിഹംദിക, അതേപോലെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. വബിഹംദിക അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ല അൻത, നീയല്ലാതെ. അപ്പം നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അതൂബിലേക്ക്, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, എൻ്റെ പാപങ്ങളിൽ തൊട്ട് ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ അറബി പഠിക്കുക, നമുക്ക് അറബി അത്യാവശ്യമൊക്കെ തിരിയുന്ന കുട്ടികളായിട്ടുണ്ടാവുമല്ലോ ഇപ്പം നിങ്ങളെ. അപ്പം അർത്ഥം മനസ്സിലാക്കി, അർത്ഥം മനസ്സിൽ കണ്ട് തന്നെ എന്ത് ചെയ്യുക, ഓതാൻ ശ്രദ്ധിക്കുക. വെറും ഒരു എന്ത് ചെയ്യരുത്, ഒരു അധര വ്യായാമമാവരുത് ദിക്റുകളും ദുആകളൊക്കെ. നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ സിമ്പിളായ അർത്ഥമാണ്, എല്ലാവർക്കും പഠിച്ച് വെക്കാൻ കഴിയുന്ന ഒരു അർത്ഥമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അർത്ഥം മനസ്സിലാക്കി ഓതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും അർത്ഥത്തെ മനസ്സിൽ കണ്ട് ഓതാ ചെയ്യൂലേ, അർത്ഥം മനസ്സിൽ കണ്ട് ഓതാ. അപ്പോൾ നമുക്കൊന്നും കൂടി എന്ത് ചെയ്യും, നമുക്കൊന്നും കൂടി ഈമാൻ കൂടണം, ഒന്നും കൂടി നമുക്ക് തന്നെ നമ്മൾ ദുആ ചെയ്യും. ചിലരൊക്കെ എന്താണ് വെറും എന്താണ് ഇങ്ങനെ ചൊല്ലുണ്ടാവും, എന്താണ് ഏതാണ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല രൂപം നമ്മൾ ഉണ്ട്, എന്താണ് നമുക്കറിയാം, എന്താണ് ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കയ്യും കണ്ണൊക്കെ അള്ളാഹു മേപ്പോട്ട് ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. അപ്പം അങ്ങനെ നമുക്ക് സാധിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇനി അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ദിക്റെങ്കിലും നമുക്കിപ്പോൾ വുളു എടുത്ത് നമുക്ക് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് ചെല്ലിയാൽ മതി. ഈ ഒരു ദിക്ർ ഇത്ര വലിയ ദിക്റൊന്നുമല്ല, കുറേ ചെല്ലാനുമില്ല, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരേ ദിക്റാണ്. അപ്പം ഇതൊന്നും അർത്ഥം മനസ്സിൽ ഓർമ്മിച്ചിട്ട് അർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കൂലി ഒന്നും കൂടി എന്ത് ചെയ്യും, കൂടും, നമുക്കും എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒരു ഈമാൻ കൂടും. അപ്പോൾ ഈ ഒരു ദിക്ർ ഞാൻ ഒന്നും കൂടി അർത്ഥം വെച്ചിട്ട് എല്ലാവരും അർത്ഥം നല്ല ശ്രദ്ധിക്കുക, അർത്ഥം മനസ്സിലാക്കി ഓതാൻ ശ്രദ്ധിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അല്ലാഹു മാത്രമാണ് ഇലാഹ്, ലാ ശരീക ലഹു, അവനിക്ക് പങ്കുകാരനില്ല. വഅഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയുമാണ്, വറസൂലുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജഅലി, നീ എന്നെ ഉൾപ്പെടുത്തണേ, മിന തവ്വാബീന, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, നിന്നോട് ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെയും ഉൾപ്പെടുത്തണേ. വജഅൽനി മിനൽ മുത്തഹീന, ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, വുളു എന്ന് പറഞ്ഞ ഒരു ശുദ്ധീകരണമാണ്, അതേപോലെ ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെയും ഉൾപ്പെടുത്തണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീന, അതേപോലെ സ്വാലിഹീങ്ങളായ നിന്റെ അടിമയുടെ കൂട്ടത്തിലും നീ എന്നെ ഉൾപ്പെടുത്തണേ. സുബ്ഹാനക, നിന്നെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, വബിഹംദിക, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അഷ്ഹദു ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. വഅതൂബിലേക്ക്, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു. ഈ ഒരു ദുആ എല്ലാവരും പതിവാക്കുക. അപ്പോൾ നമ്മൾ കുറേ സുന്നത്തുകളൊക്കെ പറഞ്ഞു. ഇത്ര സുന്നത്തുകളുടെ ഒരുപാട് വുളുവിൻ്റെ മര്യാദകൾ, ഒരുപാട് വുളുവിൻ്റെ ആദാബുകൾ, സുന്നത്തുകളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യാം, പാലിച്ചുകൊണ്ട് വുളു ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും സുന്നത്തുകളൊക്കെ പരമാവധി എടുത്ത് വുളു ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ വുളുവിൻ്റെ സെക്ഷൻ ഇതോടെ അവസാനിച്ചു. വുളുവിൻ്റെ അപ്പോൾ ഫർളുകളും
പിന്നെ ഷർത്തുകൾ ഇതിൽ വിശദീകരിക്കണില്ല. ഇപ്പം നമ്മൾ ഫർളുകളും അതിന് സുന്നത്തുകളൊക്കെ പഠിച്ചു. അതനുസരിച്ച് എല്ലാവരും വുളു ചെയ്യുക, തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുക. വുളുവിലൊക്കെ വുളു കൊളായാൽ എന്ത് ചെയ്യും, നിസ്കാരം കൊളാവും. അതേപോലെ പിന്നെ നമ്മൾ വുളു ഇല്ലാതെ ഖുർആൻ തൊട്ടാൽ അവിടെ കുറ്റേക്കാണ്. അപ്പോൾ വുളു എപ്പോഴും എന്ത് ചെയ്യുക, പരിപൂർണമായിട്ട് വുളു ചെയ്യുന്ന ആളുകളുടെ കൂടുതൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ. പിന്നെ അടുത്ത് കുളിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് മുതലെടുക്കാം. പാഠങ്ങളെല്ലാവരും കഴിഞ്ഞ ഭാഗങ്ങളെല്ലാവരും കൃത്യമായി പഠിക്കുക, വായിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.